പ്രതിക്കൂട്ട് നിൽക്കുന്ന മിസ്റ്റർ ആൽബർട്ടോ ഫെലിനിയെ നിങ്ങളല്ലേ കസ്റ്റഡിയിലെടുത്തത്? ഞാനെന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും കൂടി. ഓഹോ, ഈ എല്ലാവരും കൂടി ചേർന്നാണോ ഇദ്ദേഹത്തെ ഉടുതുണി അഴിച്ച് നഗ്നനാക്കിയതും ഇടിച്ച് ചോര ഛർദ്ദിപ്പിച്ചതും? ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓക്കെ ഓക്കെ. മിസ്റ്റർ ആൽബർട്ടോയിൽ നിന്നും നിങ്ങൾ പിടിച്ചെടുത്തെന്ന് പറയുന്ന ഒരു തരം പൊടി, ഡ്രഗ്സ്, എന്തായിരുന്നു അത്? ഹെറോയിൻ. യെസ് യെസ്, ഹെറോയിൻ. എവിടെയായിരുന്നു അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരുന്നത്? അത് ഡ്രോയറിന്റെ ഈ എലാസ്റ്റിക് ബാൻഡ്. ഓഹോ, ഡ്രോയർ അദ്ദേഹം ഉടുത്തിരുന്നു അതോ വേറെ വല്ലയിടത്തും? ഉടുത്തിരുന്നു. ആ, യുവർ ഓണർ, ഉടുത്തിരുന്നു. പ്ലീസ് നോട്ട്. യുവർ ഓണർ, ദിസ് ഈസ് MO2. ഹെറോയിൻ കൈവശം വച്ചു എന്ന കുറ്റത്തിന് മിസ്റ്റർ ആൽബർട്ടോയ്ക്കെതിരെ പോലീസ് ചാർജ് ചെയ്ത കേസിലെ തൊണ്ടി സാധനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് എലാസ്റ്റിക് ബാൻഡുള്ള ഈ ഡ്രോയർ. തത്സമയം മിസ്റ്റർ ആൽബർട്ടോ ഇത് ധരിച്ചിരുന്നു എന്നും അദ്ദേഹത്തിന്റെ അരയിൽ നിന്നും ഈ ഡ്രോയർ അഴിച്ചെടുത്തതാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ മിസ്റ്റർ ജെയിംസ് പള്ളിത്തറയും മുമ്പ് ഇവിടെ വിസ്തരിച്ച SI നന്ദകുമാറും ഈ കോടതി മുമ്പാകെ ധരിപ്പിച്ചിട്ടുള്ളതാണ്. ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ ഒന്ന് ഉടുപ്പിക്കാമോ? ഇതല്ല, ആ ഡ്രോയർ ഇതല്ല. യെസ്, ദിസ് ഈസ് ദി വൺ വിച്ച് യു പ്രൊഡ്യൂസ് ബിഫോർ ദി കോർട്ട്. തൊണ്ടി സാധനങ്ങളുടെ കൂട്ടത്തിൽ പോലീസ് കോടതിയിൽ ഹാജരാക്കിയ ഡ്രോയർ ഇതാണ്. പറയണം. 15 വയസ്സുകാരന് പോലും പാകമാകാത്ത ഈ ഡ്രോയർ മിസ്റ്റർ ആൽബർട്ടോവിനെ നിങ്ങൾക്ക് ധരിപ്പിക്കാമോ? ഇത് മാറിയിട്ടുണ്ടെന്നാണ്. ഐ ഡോണ്ട് വാണ്ട് യുവർ എക്സ്പ്ലനേഷൻ. ഇത് ആൽബർട്ടോവിനെ ഉടുപ്പിക്കാമോ ഇല്ലയോ? ടെൽ മീ യെസ് ഓർ നോ. നോ. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. പ്രോസിക്യൂഷന് പ്രതിയുടെ പേരിലുള്ള കുറ്റകൃത്യം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, തൽകൃത്യത്തിൽ അപഹാസ്യമാമിധം പരാജയപ്പെടുക കൂടി ചെയ്ത കാരണം ക്രോസിക്കൽ പൗരനായ മിസ്റ്റർ ആൽബർട്ടോ ഫെലിനിയെ കോടതി കുറ്റക്കാരനല്ലെന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കുന്നു. യു ഇഡിയറ്റ്! ഇയാളല്ല തൊണ്ടി സാധനങ്ങൾ കോടതിയിൽ ഹാജരാക്കിയത്. പ്രതിയെ രക്ഷിക്കാൻ താൻ അവന്റെ ഡ്രോയർ ബോധപൂർവ്വം മാറ്റിവെച്ചാണെന്ന് ഞാൻ പറയും. സാർ കാര്യം അറിയാതെ എന്നെ കുറ്റപ്പെടുത്തരുത്. അറിയാമോ, തന്നെയൊന്നും പോലീസ് ഉദ്യോഗത്തിൽ കൊള്ളില്ല, കണ്ട പെമ്പിള്ളേരുടെ വായിൽ നോക്കാനല്ലാതെ. സാർ, ഒരു ഇന്റർനാഷണൽ ക്രിമിനലിനെതിരെയുള്ള കേസിന്റെ തെളിവ് നശിപ്പിച്ചതിന് ഇയാൾക്ക് ശിക്ഷ ഏൽക്കേണ്ടി വരും. എന്തിനാണ് സാർ തെളിവ് നശിപ്പിച്ചതിന് കോടതിയിൽ അത് സൂക്ഷിച്ചവരാണ് വിളിച്ച് ചോദ്യം ചെയ്യാൻ? പോലീസിനെയും ജുഡീഷ്യറിയെയും ഒരുപോലെ വിഡ്ഢികളാക്കി അവരാരെന്ന് കണ്ടെത്തി വേണം ശിക്ഷിക്കാൻ. സ്റ്റോപ്പ് ഇറ്റ്. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദിസ്. ഐ ആം ഗോയിങ് ടു ടേക്ക് സിവിയർ ആക്ഷൻ അഗെയിൻസ്റ്റ് യു. I know why you are doing all this to me. Sir. കേരളം ഭരിക്കുന്ന LDF സർക്കാരിന് ഒരു പൊൻതൂവൽ കൂടെ. 14 വർഷം വരെ തടവ് ലഭിക്കാവുന്ന ശിക്ഷ ആന്റണി രാജുവിന്. LDF നേതാവും മുൻ മന്ത്രിയും സിറ്റിംഗ് MLAയുമായ ആന്റണി രാജു കോടതിയിൽ നിന്നും തൊണ്ടി മുതൽ അടിച്ചു മാറ്റിയ കേസിൽ ഇപ്പോൾ കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നു. അങ്ങനെ വീണ്ടും ഒരു പൊൻതൂവൽ കൂടെ നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ലഭിച്ചിരിക്കുകയാണ്. നമുക്ക് ആനന്ദിക്കാം, ആഹ്ലാദിക്കാം. ഇനി ആരുടെയെങ്കിലുമൊക്കെ പേര് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നോക്കാം. എന്തൊരു നാണം കെട്ട ഭരണം! മോഷണവും തൊണ്ടി മുതൽ വരെ കോടതിയിൽ നിന്ന് അടിച്ചു മാറ്റുന്ന ആളുകളുമാണോ LDFകാരെന്ന് ജനം ചിന്തിക്കാതിരിക്കുമോ? തീർച്ചയായും ചിന്തിക്കും. നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.